ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് CSK ടീമുമായി ബന്ധപ്പെട്ടതാണ്. CSK ടീമിനെ വലിയ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മുൻ IPL കമ്മീഷണർ ലളിത് മോഡിയാണ് CSK ടീമിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ചെന്നൈ ലേലത്തിൽ ഒത്തുകളിച്ചു എന്നാണ് അവരുടെ ആരോപണം. ടീമുകൾ തമ്മിൽ പരസ്പരം അറിഞ്ഞിട്ടാണ് ഓപ്ഷൻ നടത്തിയിരിക്കുന്നതെന്നും CSK ടീമിന് കുറഞ്ഞ വിലയ്ക്ക് താരങ്ങൾ കിട്ടി, അതുകൊണ്ട് ചെന്നൈ ടീമിനെതിരെ കേസ് കൊടുക്കുമെന്നാണ് ലളിത് മോഡി പറയുന്നത്. പണ്ടിതുപോലെ CSK ടീമിന് 2 കൊല്ലം ബാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും അതുപോലത്തെ എന്തെങ്കിലും വന്നാൽ അത് ചെന്നൈ ടീമിന് തിരിച്ചടിയായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് RCB മുംബൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCBയും മുംബൈയും തമ്മിൽ ഒരു ഐക്യമത്യമുണ്ട്. ലേലത്തിന് മുന്നേ അവരുടെ 2 ടീമിലെ മാനേജ്മെന്റ് തമ്മിൽ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒത്തുകളിച്ചുവെന്നാണ് ആരോപണം. മുംബൈ ടിം ഡേവിഡിനെ വിട്ടുകൊടുത്തു, അതുപോലെ വിൽ ജാക്സിനെ RCBയും വിട്ടുകൊടുത്തു. ഇതുപോലെ മാറ്റ കച്ചവടമാണ് നടന്നിട്ടുള്ളത്. വിൽ ജാക്സിനെ മുംബൈ വിളിച്ച ശേഷം ആകാശ് അംബാനി എണീറ്റ് പോയിട്ട് RCB മാനേജ്മെന്റിന് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ലേലത്തിൽ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ് റൂള്. അങ്ങനെ ചെയ്താൽ അത് നിയമവിരുദ്ധമാണ്. ഇങ്ങനെ വരുമ്പോൾ ചെറിയ തുകയ്ക്ക് താരങ്ങളെ കിട്ടും. മറ്റു ടീമുകൾ ലേലത്തിൽ കൂടുതൽ തുക വിളിച്ച് താരങ്ങൾക്ക് വില കൂട്ടില്ല. പരസ്പരം അറിഞ്ഞുകൊണ്ടൊരു കൈമാറ്റം. RCBയും മുംബൈയും ഒത്തുകളിച്ചെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ ടീമിന് വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. രാജസ്ഥാൻ ടീം ഇപ്രാവശ്യം ലേലത്തിൽ 1,10,00,000-നാണ് വൈഭവ് സൂര്യവംശിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 13 വയസ്സായതുകൊണ്ട് കുട്ടി പെട്ടെന്ന് വൈറലായി. എന്നാൽ ഇപ്പോൾ കുട്ടിക്കെതിരെ കേസ് വന്നിരിക്കുകയാണ്. കുട്ടി വയസ്സ് തിരുത്തിയെന്നാണ് പരാതി. BCCI ഇതന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ആ കുട്ടി വയസ്സ് തിരുത്തിയെന്ന് തെളിയിച്ചാൽ താരത്തിന് വിലക്ക് വരും. രാജസ്ഥാന്റെ ഭാവി സൂപ്പർ താരമെന്നാണ് വൈഭവിനെ വിശേഷിപ്പിക്കുന്നത്. വിലക്ക് വന്നാൽ താരത്തിന് IPL-ൽ കളിക്കാൻ സാധിക്കില്ല. അത് രാജസ്ഥാനും തിരിച്ചടിയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.